ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുകയായിരിക്കും. അതിന് നിങ്ങൾക്ക് ആശംസകൾ അറിയിക്കുകയാണ് അവർ. എക്സാംസ് പോലെയോ കരിയറുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആകാം. ഹാർട്ട് ചക്ര, നിങ്ങളുടെയോ അവരുടെയോ ഹാർട്ട് ചക്ര ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ജൂലൈ, നിങ്ങളോ അവരോ ജൂലൈ എന്ന മാസത്തിലായിരിക്കാം ജനിച്ചിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ജൂലൈ എന്ന മാസവുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ജൂലൈ എന്ന മാസത്തിന് എന്തൊക്കെയോ ബന്ധമുണ്ട്. വിൽ യു ആക്സെപ്റ്റ് മൈ ലവ് പ്രപ്പോസൽ? FOX. ഈ ലെറ്റേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. നിന്നോട് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അവർക്കറിയില്ല. അവരെ അലട്ടുന്ന എന്തൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യം നിങ്ങളോട് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് അവർക്കറിയില്ല. നിങ്ങളോട് അതെങ്ങനെ പറയണം എന്ന് അവർക്കറിയില്ല. തേർഡ് ഐ ചക്ര, നിങ്ങളുടെയോ അവരുടെയോ തേർഡ് ഐ ചക്ര ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. മെഡിക്കൽ ഫീൽഡ്, നിങ്ങളോ അവരോ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. നേഴ്സായിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, ഇപ്പോൾ ലാബ് അസിസ്റ്റന്റ് പോലുള്ളതോ എന്തെങ്കിലും ആവാം. അങ്ങനെ ഇന്നതെന്നൊന്നുമില്ല. മെഡിക്കൽ ഫീൽഡുമായി എന്തെങ്കിലും ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കും. മൂൺ, ഈ കാർഡ് 2-3 അർത്ഥം പറയും. നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ മൂൺ എന്ന ഒരു സംഭവമായി, അല്ലെങ്കിൽ രാത്രി എന്ന് പറഞ്ഞ ഒരു സംഭവമായി നിങ്ങൾക്ക് അവർക്ക് ഒരുപാട് ബന്ധം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ന്യൂ മൂൺ, ഫുൾ മൂൺ ഇതൊക്കെ വരുമ്പോൾ ഇമോഷണലി ഡൗൺ ആവുകയോ അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രോവേർട്ടുകളും ആയിരിക്കാം, അങ്ങനെയും പറയാം. പിന്നെ എന്തൊക്കെയോ ഭയങ്ങൾ നിങ്ങളെയോ അവരെയോ അലട്ടുന്നുണ്ടായിരിക്കാം. 4, 8, 13, 22, 26, 31 ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും.